എന്താ വിനു, കുളിരുന്നുണ്ടോ? നമുക്ക് ലേക്കിനപ്പുറത്തേക്ക് പോവാം. കാറ്റടിക്കുന്നു, കണ്ണാടി പൊക്കിക്കോളൂ. എന്താ വിനു? ഒന്നുമില്ല, എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. ഹോസ്പിറ്റലിലേക്ക് പോവാം. ഓക്കെ. ഇതാണ് എന്റെ വീട്. വിനു ആദ്യമായിട്ട് വരല്ലേ? കാപ്പിയുണ്ടോ? കാപ്പിയോ ചായയോ എന്ത് വേണേലും തരാം. വരൂ. വരൂ. എന്താ? വിനു! 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 പുറത്തൊക്കെ ആൾക്കാരെല്ലാവരും കേൾക്കൂലേ? എന്താ കേക്കണ്ടേ? വേണ്ട. വിനു, ചെണ്ടക്കാരൻ ശങ്കരവരാരെ അറിയില്ലേ? വിനുവിനെ ചെണ്ട പഠിപ്പിക്കാൻ ഒരു ദിവസം അച്ഛൻ വിളിച്ചോണ്ട് വന്നില്ലേ വീട്ടില്? മാരാര് അന്ന് വിനുവിന് ഒരു കൊച്ചു ചെണ്ട ഉണ്ടാക്കി തന്നില്ലേ? എന്നിട്ടൊരു ദിവസം അച്ഛന്റെ റൂൾ തൊടി കൊണ്ട് അതെല്ലാം ഇട്ട് കൊട്ടി തോലൊക്കെ പൊളിച്ചു കളഞ്ഞില്ലേ? കിടതോം 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 തരികിടതോം കിടതോം കിടതോം തോം 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 തോം. ഉണ്ണേട്ടാ, ഞാൻ ഒരു പാട്ട് പാടട്ടെ? ഇപ്പോഴോ? പതുക്കെ 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 പതുക്കെ. പഠിക്കൂ. ജസ്റ്റ് എ മിനിറ്റ്. എത്ര പ്രാവശ്യം ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട്? ഇപ്പോഴെങ്കിലും തോന്നിയില്ലോ ഉണ്ണിയേട്ടനെ ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ? റെഡി?
എന്തിനാ വിളിച്ചത്? വിനുവിനൊരു സമ്മാനമുണ്ട്. എന്താ? ഇഷ്ടാവോന്നറിയില്ല. ദാ. എന്തേ? എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്ന്? വിനു, ഇപ്പൊ മനസ്സിലായോ ഉണ്ണിയേട്ടനെ? യെസ്. മനസ്സിലായോ വിനുവിന്? യെസ് യെസ്. അനിത, നോ
സാവിത്രി, സാവിത്രി. യെസ് ഉണ്ണിയേട്ടാ, എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ ചങ്ങല പോലെ കൊളുത്തി കൊളുത്തി. പക്ഷേ ഉണ്ണിയേട്ടാ, ഇനി എനിക്ക് പോകാമല്ലോ. Yes. ഞാൻ ഇന്ന് തന്നെ ഏട്ടനെ ഇൻഫോം ചെയ്യാം. അല്ലേ സാവിത്രി? എന്റെ കൂടെ വരുന്നോ വീട്ടിലേക്ക്? ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. ഞാൻ അങ്ങോട്ട് വരാം. ഉച്ചയ്ക്ക് നമുക്കൊന്ന് ചൂട് കഴിക്കാം. ഉണ്ണിയങ്കിൾ, പിന്നെ പോവോ? പിന്നെ പോകാതെ? പിന്നെ പോയാൽ എങ്ങനെയാ? പൊയ്ക്കോട്ടെ, എനിക്കെന്താ കാര്യം? ഞാൻ ഡോക്ടറല്ലേ, പൊയ്ക്കോട്ടെ. പോണെന്ന് പറയാനും പോണ്ടെന്ന് പറയാനും ഞാനാരാ? പൊയ്ക്കോട്ടെ. സാവിത്രി, നീ എന്തായി പറയുന്നത്? മോളെ, അരുതാത്തതൊന്നും വളരാൻ അനുവദിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോഴേ മനസ്സിൽ നിന്ന് പറിച്ചു കളയണം. ഉണ്ണിയങ്കിൾ, വേറെ ആർക്കും പറഞ്ഞ മനസ്സിലാവൂല. പിന്നെ പോയാ പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വരില്ല. സാവിത്രി, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. യു റിലാക്സ്. ശരി. നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന പേഷ്യന്റ് അല്ലേ രാമാനന്ദം? അയാളുടെ റിലേറ്റീവ്സ് ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി. ഡോക്ടറെ നേരിട്ട് കാണാൻ വേണ്ടി അടുത്ത ആഴ്ച അവരിങ്ങോട്ട് വരുന്നുണ്ട്. അത് ശരി. ദെൻ പിന്നെ വേറൊരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ 36 വിനോദ്, ഹീസ് കംപ്ലീറ്റ്ലി ക്യൂർഡ്. ഈസ് ഇറ്റ്? അതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. വിത്തിൻ മന്ത്സ്. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ് പറയേണ്ട എന്നോടല്ല, ക്രെഡിറ്റ് ഗോസ് ടു സാവിത്രി. വിനുവിന്റെ ബ്രദറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഗുഡ്. ആ മോളെ, ഹരി അവിടെ ബോറടിച്ചിരിക്കുന്നുണ്ടാവും. തന്നെയല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കാനുമുണ്ട്. പിന്നെ ഉണ്ണി, വയറൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി വെച്ചോളൂ. താമസിയാതെ ഒരു സ്റ്റൈലൻ സദ്യ കൊണ്ടേണ്ടി വരും. അല്ലേ മോളെ? രാത്രി ഉണ്ണി വീട്ടിലേക്ക് വരണം. വി വിൽ ഹാവ് എ നൈസ് ഡിന്നർ. ഹരി വന്ന ദിവസമല്ലേ? വാ മോളെ. ഒരു ജന്മം കഴിഞ്ഞതുപോലെ, അന്ന് ബാക്കിയിടുന്നതൊക്കെ അനുഭവിച്ചറിയാൻ പുതിയൊരു ജന്മം കിട്ടിയതുപോലെ. ഇതൊന്നും സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ ഇനി എനിക്ക് പറ്റുന്നില്ല. ഉറക്കം വരാതെ കിടക്കുമ്പോൾ ചിലപ്പോൾ തോന്നും എല്ലാരെയും പറ്റിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭ്രാന്തനായിട്ട് ഇവിടെ തന്നെ കഴിഞ്ഞാലോ എന്ന്. ഇവിടം വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഉണ്ണിയേട്ടൻ, അപ്പൂപ്പൻ, പിന്നെ എന്നെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് പോവോ? ഒന്നറിഞ്ഞാ കൊള്ളാം. സാവിത്രിക്ക് എന്താ എന്നെ ഇഷ്ടായത്?
എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് അതിന്റെ തുടക്കമെന്ന്. മുൻപ് ഒരിക്കലും അനുഭവമില്ലാത്തൊരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി. വിനു കൊണ്ടുവന്ന കുപ്പിയോളകളില്ലേ, അത് നിരത്തി ഞാൻ വിനുവിന്റെ പേര് എഴുതി. അതിൽ വെറുതെ ഉറങ്ങാൻ നോക്കിയിരുന്നു. വിനുവിന്റെ ആ ഡയറി ഇല്ലേ, അതിലെ പേജുകൾ ഞാൻ കൂടെ കൂടെ മറിച്ചു നോക്കും. ഒരു ദിവസം എല്ലാ പേജുകളിലും ഞാൻ വിനുവിന്റെ ചിത്രം കണ്ടു, എന്റെയും. പിന്നെ എന്റെ മുറിയിൽ വിനുവിനെ ട്രീറ്റ് ചെയ്യാൻ ഞാൻ എഴുതി വെച്ച ആ വാക്കുകളില്ലേ, അതിന്റെ ഒക്കെ അവസാനം ഞാൻ വിനുവിനെ എഴുതി ചേർത്തു. ഹോസ്പിറ്റലിൽ വിനു ഉള്ളപ്പോ സന്ധ്യ ആവരുതേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ രാത്രിയായ വെളുക്കാനുള്ള വെപ്രാളമായിരുന്നു എനിക്ക്. വിനുവിനറിയോ, ക്ലോക്കിന്റെ സൂചി തിരിച്ച് നേരം വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെയെന്ന്. ഒന്നുകിൽ ഐ വാസ് എ സ്റ്റുപ്പിഡ് ഗേൾ, അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഐ ലവ് യു. இங்கேதான் ചവിട്ടുതേ. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടോടെ അമാസ. ആരുമെങ്കിൽ ഇല്ലേടേ, வையா இருக்கா? இருக்கு சார். கூப்பிட்டடே. നാരായണ. ഓ നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ. പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു പുല്ലുമല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ. ഹരി.